ഹായ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നിപ്പോ നമ്മളെ കാഞ്ഞങ്ങാട് അമ്പലത്തറ ഉള്ള സ്നേഹ വീട്ടിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ ഇന്നത്തെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ എല്ലാരും ഒന്ന് കണ്ടോക്കി. ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പൊ അവിടെ നമ്മള് ഇന്നുള്ളത്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങൾ കാണിച്ചു പോകണം. അപ്പൊ എല്ലാരും നമ്മളെ വീഡിയോ ഒന്ന് കണ്ടോക്കുക. പിന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോവാം. മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് 10 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് സ്നേഹവീട്. അതിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ചാണ് നമ്മൾ സംസ്ഥാന ഭിന്നശേഷി കലാമേള, അഭിന്നം എന്ന് പേരിട്ടിരിക്കുന്ന കലാമേള സെപ്റ്റംബർ 8-ാം തീയതി നടത്തുന്നത്. അപ്പം നമ്മൾ ഇവിടെയുള്ള കുട്ടികളുടെ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുക എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് സ്ഥാപനം ആരംഭിച്ചത്. സുമനസ്സുകളുടെ കാരുണ്യത്തോടു കൂടിയാണ് സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പം തണൽ വടകരയും സ്നേഹവും സംയുക്തമായാണ് ഈ സ്ഥാപനം നടത്തി വരുന്നത്. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്കേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, വൊക്കേഷണൽ ട്രെയിനിങ് എന്നിങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ കുട്ടികൾക്ക് പ്രധാനമായിട്ട് നൽകി വരുന്നത്. പ്രിയപ്പെട്ട മണ്ണിന്റെ കാവലാൾ കൂട്ടായ്മയിലെ ഭയങ്കരമായിട്ടുള്ള കുഞ്ഞിരാം സർ, സുരേഷ് സർ, അതുപോലെ തന്നെ രതീഷ് സർ, സ്നേഹവീടിന്റെ അഡ്മിൻ മുനിസ മാഡം, കുഞ്ഞിക്ഷൻ നമ്പൂതിരി സർ, പ്രിയപ്പെട്ട മണ്ണിന്റെ കാവലാൾ കുടുംബത്തിലെ കുടുംബാംഗങ്ങളെ, സ്നേഹവീട് കുടുംബാംഗങ്ങളെ, നമുക്കറിയാം സ്നേഹവീട് അമ്പലത്തറയുടെ 10ാം വാർഷികത്തിന്റെ ഭാഗമായി അഭിന്നം എന്നുള്ള പേരിൽ മറ്റന്നാൾ സംസ്ഥാനതല ഭിന്നശേഷി കലാമേള അമ്പലത്തറ സ്കൂളിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കലവറയിലേക്ക് അന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കൊടുക്കാമെന്ന് തീരുമാനിച്ചതിന്റെ ഫലമായി പ്രിയപ്പെട്ട ജയകുമാർ ചെയർമാനായിട്ട് ഒരു ഫുഡ് കമ്മിറ്റി അതിന്റെ ഭാഗമായിട്ട് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു വിഭവ സമാഹരണം നടത്താം എന്ന് പറഞ്ഞ സമയത്ത് തന്നെ അത് നമ്മുടെ മണ്ണിന്റെ കാവലാൾ കൂട്ടായ്മ, നമുക്കറിയാം കേരളത്തിൽ തന്നെ പ്രഗത്ഭരായിട്ട് ഒരുപാട് വ്യക്തിത്വങ്ങളുള്ള, കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കാർഷിക കൂട്ടായ്മയായിട്ടുള്ള, കാസർഗോഡ് ജില്ല കേന്ദ്രീകരിച്ചിട്ടുള്ള കൂട്ടായ്മയായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ സംരക്ഷിക്കുന്ന, അതുപോലെ തന്നെ കുഞ്ഞേട്ടനെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള കർഷകരുണ്ട്, ചെറുതായും കുഞ്ഞേട്ടൻ, അതുപോലെ തന്നെ ഒരുപാട് എന്റെ മുന്നിലിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ജോസേട്ടനെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ഹരീഷ് സാറിനെ പോലെയുള്ള, ഹരീഷ് കോടംകുളത്തിനെ പോലെയുള്ള ആൾ, സുരേഷ് സാറിനെ പോലെയുള്ള ആളുകൾ, അങ്ങനെ കണ്ണാലയത്തിനെ പോലെയുള്ള ആളുകൾ, ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള കർഷകരുള്ള ഒരു കൂട്ടായ്മ, മണ്ണിന്റെ കാവലാൾ എന്ന് പറയുന്ന കൂട്ടായ്മ. നമ്മള് ഈ വിഭവ സമാഹരണം തുടങ്ങുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മളൊക്കെ അതിന്റെ ആ ഒരു കുടുംബത്തിന്റെ ഭാഗമാണ്, ഞങ്ങളത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഉദ്യമവുമായി മുന്നോട്ട് പോയി. അതിന്റെ ഭാഗമായി ഇന്ന് ഇവിടെ വിഭവ സമാഹരണത്തിന് നമുക്ക് പരിപാടിയിലേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ പച്ചക്കറികളും അതുപോലെ തന്നെ അരിയും സാധനങ്ങളൊക്കെ അവര് സമാഹരിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷൻ വഹിച്ച് സംസാരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ചെയർമാൻ കുഞ്ഞികൃഷ്ണൻ സാറിനെ ക്ഷണിച്ചോളൂ. പ്രിയമുള്ളവരെ, സ്നേഹവീട് എന്താണെന്ന് ഏറെക്കുറെ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട്. ഇന്ന് കടന്നു വന്ന മണ്ണിന്റെ അവനാണ്, അവരുടെ ഒരു കൂട്ടായ്മയാണ് നമുക്ക് വേണ്ടി ഭക്ഷണത്തിന്റെ ഒരു വിഹിതം തരുന്നത്. ഈ സ്നേഹവീട് നിലനിൽക്കുന്നത് തന്നെ ഒരുപാട് മനുഷ്യ സ്നേഹികളുടെ ചേർത്ത് പിടിക്കൽ ഒന്നുകൊണ്ട് മാത്രമാണ്. ഞങ്ങളുടേതൊരു ജനകീയ സ്ഥാപനമാണ്. സത്യത്തിൽ ഇവിടെ ഞങ്ങളും നിങ്ങളും ഇല്ല, നമ്മൾ മാത്രമാണ്. ഇവിടെ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതവുമില്ല. ഇവിടെ എത്തുന്ന എല്ലാവരും ഈ സ്നേഹവീടിന്റെ ഒരു അംഗമാണ് എന്നാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. സമൂഹത്തിൽ ബഹിഷ്കൃതരാക്കപ്പെട്ട അല്ലെങ്കിൽ പരിഗണനകളൊന്നും ലഭിക്കാത്ത ഒരു വിഭാഗത്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത്. ഞങ്ങൾ എൻഡോസൾഫാൻ വിരുദ്ധ സമരത്തിന്റെ, എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമരത്തിലെ പോരാളികളാണ്. ഞങ്ങളുടെ ഒരു വേറിട്ട സമരം എന്നുള്ള നിലയിലാണ് ഇങ്ങനെ ഒരു സ്നേഹവീട് ആരംഭിക്കുന്നത്. 2014 ഡിസംബർ 8-ാം തീയതി ഞങ്ങളുടെ മുൻകരുതലോടെ അല്ലെങ്കിൽ വലിയ പദ്ധതികൾ ഇട്ടുകൊണ്ടൊന്നും ആയിരുന്നില്ല ഇങ്ങനൊരു സ്ഥാപനം ആരംഭിച്ചത്.
ഞാനും മുനീസൊക്കെ സമരത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോ ചില അമ്മമാരുടെ ചോദ്യങ്ങൾ കേൾക്കാറുണ്ട്. ഞാൻ മരിച്ചാൽ എന്റെ കുഞ്ഞെന്ത് ചെയ്യും, ആര് നോക്കും? ഈ ചോദ്യം പലതവണ ഞങ്ങൾ നമ്മുടെ ഭരിക്കുന്നവരുടെ മുമ്പിൽ, അത് ഏത് ഭരണം എന്നില്ല, അവരുടെ ഒക്കെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് അപ്പോഴും മറുപടി ഉണ്ടായിട്ടില്ല, ഇപ്പോഴും അതിന് മറുപടിയില്ല. ഈ ഒരു ഘട്ടത്തിലാണ് ഒരു 2 കുട്ടികളെ നമുക്ക് ഏറ്റെടുക്കാം എന്നുള്ള ഒരു സാഹസികമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾക്ക് അവരെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. വീട്ടിനകത്ത് 4 അതിരുകൾക്കുള്ളിൽ മുറിക്കുള്ളിൽ തളക്കപ്പെട്ട ജന്മങ്ങൾക്ക് എങ്ങനെ നമുക്കൊരു പുതുജന്മം കൊടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള യാതൊരു ആലോചനകളുമില്ല. രാവിലെ മുതൽ വൈകിട്ട് വരെ ആ വീട്ടുകാർക്കൊരു അവർക്ക് അവരുടെ ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവുക, അവർക്ക് ഏതെങ്കിലും പരിപാടികളിൽ ആഘോഷങ്ങളിൽ പോകാൻ പറ്റുമോ എന്ന് നോക്കുക, ഇത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഞാൻ അധികമൊന്നും പറയുന്നില്ല. പക്ഷെ ഒരുപാട് മനുഷ്യരുടെ, ഒരുപാട് സംഘടനകളുടെ നന്മ നിറഞ്ഞ മനസ്സുകൾ മുന്നോട്ട് വന്നപ്പോ ഈ ഒരു ബിൽഡിങ്ങും അതുപോലെ അപ്പുറത്തൊരു ബിൽഡിങ്ങും പൂർത്തിയാവുകയായിരുന്നു. ഇതിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ല, ഒരുപാട് വ്യക്തിത്വമല്ലേ പേരെടുത്ത് പറയണമെങ്കിൽ ഇപ്പം ഡോക്ടർ അംബികാസുധൻ മാങ്ങാട്, അതുപോലെ സുരേഷ് ഗോപി, കുഞ്ചാക്ക ബോബൻ, ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന വടകര തണൽ, അങ്ങനെ ഒട്ടേറെ വ്യക്തികളും പ്രസ്ഥാനങ്ങളും, ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ തുടങ്ങി ഒട്ടേറെ സംഘടനകൾ ഞങ്ങളെ തേടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് മിക്കവാറും ആരുടെ അടുത്തും അങ്ങനെ പോയിട്ടില്ല. ഈ അടുത്ത കാലത്ത് നമ്മൾ ഈ അഭിന്നം പരിപാടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇങ്ങനെ പലരെയും സമീപിച്ചിട്ടുണ്ട്. അപ്പോഴും ഞങ്ങൾ ആരോടും നിങ്ങൾ ഇത്ര പൈസ തരണം, ഇത്ര സംഭാവന തരണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അവര് മനസ്സറിഞ്ഞ് തരുന്നത് സ്വീകരിക്കുക എന്നത് മാത്രമാണ് ഞങ്ങൾ ഇതുവരെ സ്വീകരിച്ച നിലപാട്. കാരണം ഇത് മനുഷ്യത്വത്തിന്റെ അല്ലെങ്കിൽ അത് കൈമോശം വന്നിട്ടില്ലാത്തവർക്ക് മാത്രം എത്താവുന്നവരിടാണ്, അവർക്ക് മാത്രമേ സഹായിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. അങ്ങനെയുള്ള മനസ്സുകൾ ഞങ്ങൾ പറയാതെ തന്നെ ഞങ്ങൾക്ക് ചെയ്യും എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഇപ്പോ മറ്റന്നാൾ നടക്കുന്ന ഭിന്നശേഷി കലാമേളയ്ക്ക് മണ്ണിന്റെ കാവലാളുകൾ നമുക്കിങ്ങനെ ഒരു വേദി ഉണ്ടാക്കിയത്, നമുക്ക് വിഭവ സമാഹാരം നടത്താനുള്ള ഒരു പദ്ധതി ഇട്ടതും തീർച്ചയായും അവർക്ക് ഒന്നുകൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനം എന്നുള്ള നിലയിൽ അമ്പലത്തറ സ്റ്റേഷനിലെ ബഹുമാന്യനായ SI നമ്മുടെ മണ്ണിന്റെ കാവലാൾ അവർ സമാഹരിച്ച വിഭവങ്ങൾ ഇവിടെ വെച്ച് കൈമാറും. അദ്ദേഹത്തിന് അതിനു വേണ്ടി ക്ഷണിക്കും. മണ്ണിന്റെ കാവലാൾ കാവലാൾ കൂട്ടായ്മയിലെ ബാക്കി അംഗങ്ങളും കൂടെ വേദിയിലേക്ക് കടന്ന് അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മണ്ണിന്റെ കാവലാൾ കൂട്ടായ്മയിൽ ഒരു ഉത്സവം പോലെ തന്നെയായിരുന്നു ഈ കലാമേളയ്ക്ക് വേണ്ടിയിട്ടുള്ള വിഭവ സമാഹരണം നടന്നുകൊണ്ടിരുന്നത്. അപ്പോ ആ കൂട്ടായ്മയിൽ ആ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മുഴുവൻ ആളുകളും വേദിയിലേക്ക് വരിക. വേദിയിലും സദസ്സിലും ഉള്ള മണ്ണിന്റെ കാവലാൾ അംഗങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികൾ, കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഈ കുട്ടികളുടെ സംസ്ഥാന കലാമേള ഭംഗിയായി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
അടുത്തതായി കുഞ്ഞിരാമൻ, ശ്രീ കുഞ്ഞിരാമൻ സംസാരിക്കും. ബഹുമാനപ്പെട്ട സ്നേഹവീടിന്റെ നാഥൻ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ സാർ, മറ്റു വേദിയിലുള്ള മണ്ണിന്റെ കവല ഗ്രൂപ്പിലെ വിശിഷ്ട വ്യക്തിയുടെ എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ, അവരെ പരിചരിക്കുന്ന ടീച്ചർമാരെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, ഒരു വലിയ ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് ആർക്കും നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് സ്നേഹവീടില് ഇത്രയും കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ മാതാപിതാക്കൾക്ക് മറ്റ് ജോലി ചെയ്യുന്നതിനും മറ്റുമുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്ന സ്നേഹവീടിന്റെ നടത്തിപ്പുകാരോട് ആദ്യമായി ഹൃദയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഇവിടെ നമുക്കൊന്നും പറയാൻ തോന്നില്ല, എങ്കിലും ഈ അഭിന്നം കലാമേളയ്ക്ക് വേണ്ടി ഒരു ചെറിയ സഹായം ചെയ്യണമെന്ന് നമ്മുടെ ഇതിന്റെ ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ മണ്ണിന്റെ കാവലാൽ ഗ്രൂപ്പിലെ ജയൻ ആവശ്യപ്പെട്ടപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും അടുത്ത ദിവസം തന്നെ യാതൊരു മടിയും കൂടാതെ അവർക്കാവുന്ന സഹായ സഹകരണങ്ങൾ ചോദിച്ചത് വളരെ ചെറുതായി പോയി, അതുകൊണ്ടാണ് ചെറുതായത്. വളരെ 1000 പേർക്കുള്ള ഭക്ഷണത്തിന്റെ മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അത് കണക്കായത് വന്നത്. നിങ്ങൾ കൂടുതൽ ചോദിച്ചാൽ കൂടുതൽ കിട്ടുമെന്നൊരു അവസ്ഥ ഉണ്ട്. അപ്പോ ഇനിയും ഇതുപോലുള്ള പരിപാടികളിൽ മണ്ണിന്റെ കാവലാർ ഗ്രൂപ്പും അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ആ കൂടെ വന്ന എല്ലാവരും നിങ്ങളോട് സഹകരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിന്നം കലാമേളക്കും ഈ സംരംഭത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ജഗദീശൻ എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട ഉദ്ഘാടകൻ, ഇവിടുത്തെ തന്നെ SAI സാറ്, അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങളും നിങ്ങളുമില്ല, നമ്മളാണ് ഈ കൂട്ടുകാരും കുട്ടികളും മുതിർന്നവരും കൃഷിക്കാരും എല്ലാവരും കൂടുന്ന നമ്മളാകുമ്പോൾ നമ്മളെ ഒത്തുപിടിച്ചാൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാം എന്നുള്ളതിന്റെ തെളിവാണ് ഇത്തരത്തിലൊരു പരിപാടിയിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ കാരണം. നമ്മള് എന്നുള്ള മുദ്രാവാക്യം എല്ലാ കാലത്തും വളരെ പ്രസക്തമാണ്. മണ്ണിന്റെ കാവലാൾ എന്ന് പറയുന്നത് വളരെ ചെറിയ തോതിൽ ഞങ്ങളുടെ നാട്ടിലുള്ള ഗിരികുളത്തെ കുറച്ച് കൃഷിക്കാരെല്ലാം കൂടി ചേർന്ന് ഞങ്ങൾക്ക് വിത്തുകൾ കൈമാറ്റം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ രൂപീകരിച്ച ഒരു കൂട്ടായ്മയായിരുന്നു. പക്ഷെ ഇന്നിപ്പോ വളരെ പ്രഗത്ഭമതികളായി, ഇവിടെ സ്വാഗതം പറഞ്ഞു ഞങ്ങൾ രൂപീകരിച്ച് ഞങ്ങളൊന്നുമല്ല, വളരെ പ്രഗത്ഭമതികളായ ഒരുപിടി കർഷകർ. ഞങ്ങൾക്ക് ഇതിന് സെക്രട്ടറിയോ പ്രസിഡന്റോ ഒന്നുമില്ല. ഞങ്ങൾ രൂപീകരിച്ചപ്പോൾ മുതലുള്ള ആളുകൾ ഞങ്ങൾ എല്ലാവരും സെക്രട്ടറിയും എല്ലാവരും പ്രസിഡന്റുമാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വിജയത്തിന്റെ നിദാന്തം. അപ്പൊ ഇതിനകത്ത് ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ ജില്ലയിൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ആകമാനമുള്ള നിരവധി കർഷകർ, പ്രഗത്ഭവാദികളായ കർഷകർ. നമ്മൾ പണ്ട് കൃഷി ചെയ്യുന്ന പോലെ, പണ്ട് നമ്മൾ കപ്പ കൃഷി ചെയ്യുമ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കൂടം കൊത്തും, അതിന്റെ മുകളിലൊരു തണ്ട് നാട്ടും പോകും വീട്ടിലേക്ക്. പിന്നെ അത് മിക്കവാറും ഇടയ്ക്ക് മഴയെല്ലാം കുറയുന്ന സമയത്ത് ഒന്ന് കളയ്ക്കും, രണ്ടാമത് പറിക്കാൻ പോകും. ഇത്ര മാത്രമാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഒരു കൃഷി രീതി. പക്ഷെ ഇന്നത്തെ കൃഷി രീതി അങ്ങനെയല്ല. കല്ലിനകത്ത് പോലും, വെറും കല്ലിട്ടിട്ട് അതിനകത്ത് പോലും കൃഷി ചെയ്തു വരുന്ന കാലമാണ്. അപ്പൊ ആ ഒരു നിലയ്ക്ക് നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃഷി അഭിവൃദ്ധിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ കൈമോശം വരുന്ന വിത്തുകൾ ഒരു കാരണവശാലും നഷ്ടപ്പെടാതെ പുതിയൊരു തലമുറയ്ക്ക് വേണ്ടി കൊടുക്കുക, അതിൽ കണ്ണാലയും എല്ലാം അതിനകത്ത് ഒരുപാട് സംഭാവന ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലക്കാണ് നടക്കുന്നത്. അപ്പൊ ഞങ്ങളോട് ഇങ്ങനെയുള്ള ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ അതിനകത്ത് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ അതിനകത്തുള്ള ആളുകൾ നമുക്ക് സാധനങ്ങൾ കൊടുക്കാൻ കഴിയും. നമ്മളെല്ലാവരും കൂടി ആ സാധനം എല്ലാം കൊടുക്കണം. ഇപ്പൊ നേരത്തെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ 1000 പേർക്കുള്ള സദ്യ എന്നുള്ള നിലക്കാണ് അതിനകത്ത് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞ ലിസ്റ്റ് ആദ്യം തന്നെ ഇട്ടു. അപ്പൊ അതിന് കണക്കായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. അതിൽ കഴിയാവുന്ന ആളുകൾ ആരെയും നിർബന്ധിച്ചതല്ല, എല്ലാവരും വളരെ സ്നേഹത്തോടെ ചേർന്ന് നമ്മളായി നിന്നപ്പോൾ വന്ന സാധനങ്ങളാണ് ഇപ്പൊ ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനും ഇങ്ങനെ ഒരു അവസരം മണ്ണിന്റെ കാവലാൾ കൂട്ടായ്മയ്ക്ക് നൽകിയ ഈ സ്നേഹവീടിന്റെ നടത്തിപ്പുകാര്, ഇതിന്റെ മുൻപിൽ നിൽക്കുന്നവര്, സംഘടിപ്പിക്കുന്നവരെല്ലാവരോടും മണ്ണിന്റെ കാവലാളിനുള്ള അകൈതവുമായ നന്ദിയും കൃതജ്ഞതയും കടപ്പാടും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.
ഈ പരിപാടിക്ക് നന്ദി പറയുന്നതിന് വേണ്ടി സ്നേഹവീടിന്റെ അഡ്മിൻ മുനീസിനെ ക്ഷണിക്കും. ബഹുമാന്യൻ, വളരെ സന്തോഷമുണ്ട്. നമ്മുടെ സ്ഥാപനത്തിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന അഭിനന്ദ കലാമേളയ്ക്ക് വിഭവ സമാഹരണം ഒരുക്കിയ മണ്ണിന്റെ കാവലാൾ കൂട്ടായ്മയ്ക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം സന്ദർശിക്കുവാനും സഹായങ്ങൾ ചെയ്യാനും ഉള്ള സുമനസ്സിന് ഒരുപാട് നന്ദി പറയാണ്. ശരിക്കും പറഞ്ഞാല് നന്ദി പറയുന്നില്ല, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളാണ് നിങ്ങളുടെ കടമ, നമ്മുടെ കടമ നമ്മൾ നിർവഹിക്കുന്നു. എങ്കിലും ഔപചാരികതയുടെ പേരിലാണ് നമുക്ക് ഈ നന്ദി പറയേണ്ടി വരുന്നത്. ശരിക്കും ഇന്നു മുതൽ നിങ്ങൾ ഈ സ്ഥാപനം സന്ദർശിച്ച ഇന്നു മുതൽ ഇത് നിങ്ങളുടെ കൂടി സ്ഥാപനമാണ്. അപ്പോഴാണ് നമ്മളാവുന്നത്. ഇവിടെ എല്ലാ കാര്യങ്ങളും വിശദമായി 2014 മുതൽ 2024 വരെ സുമനസ്സുകളുടെ കാരുണ്യം കൊണ്ട് മാത്രം പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ്. സർക്കാരിന്റെ സഹായങ്ങളൊന്നും ഇല്ലാതെ തന്നെ പ്രവർത്തിപ്പിക്കാൻ സാധിച്ചു. അപ്പൊ എന്താ വെച്ചാല് നമ്മള് ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഇനിയും ഇതുപോലെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കുട്ടികളെ എത്തിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ്. അപ്പൊ ഇവിടെ വളരെ സന്തോഷം തോന്നുന്നു എനിക്ക്. എന്റെ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടന്റെ വർഷങ്ങൾക്ക് ശേഷം ഒരുപാട്, സുരേഷ് ഏട്ടന്റെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങള് റൂംമേറ്റ്സ് ആയിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് ഒരേ കോളേജിൽ പഠിച്ചതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിൽ എന്നെ ഇന്ന് സംസാരിക്കാൻ പ്രാപ്തരാക്കിയ എന്റെ സുഹൃത്തുക്കളില് മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് സുഹൃത്ത് ശ്രീജയുടെ ബ്രദറാണ്. അപ്പൊ അതുകൂടെ ഞാൻ ഈ അവസരത്തിൽ പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ എന്തായാലും മണ്ണിന്റെ കാവലാൾ കൂട്ടായ്മ എല്ലാവരുടെയും കാവലാളായി മാറാൻ മണ്ണെന്ന് പറയുന്നത് എല്ലാവരും അടങ്ങുന്നതാണ്. അതുകൊണ്ട് എല്ലാവരുടെയും കാവലാളായി മാറാൻ സാധിക്കട്ടെ. ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും പേരെടുത്ത് പറയാതെ മണ്ണിന്റെ കാവലാളായി കൂട്ടായ്മയുടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രസംഗമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന മക്കൾക്കും അതുപോലെ തന്നെ സ്നേഹം കുടുംബാംഗങ്ങൾക്കും ആർക്കും പ്രത്യേക ഔപചാരികതയുടെ പേരിൽ മാത്രം നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുക.